എല്ലാവർക്കും ജെമിനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനക്കട്ടിയിലാണ്. കേരളത്തിന്റെ അതിർത്തിയായ ആനക്കട്ടി ചെക്ക് പോസ്റ്റിന് അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അഗളിയിലെ ടൂറെല്ലാം കഴിഞ്ഞ് നമ്മൾ കോയമ്പത്തൂർ വഴിക്കാണ് തിരിച്ചു പോകുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അഗളിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള വഴിയിലുള്ള കുറച്ച് സീനറികളാണ്. വളരെ ഭംഗിയുള്ള സീനറികളാണ്. അഗളിയിൽ പോകുന്നവർ തീർച്ചയായിട്ടും ഈ വഴിക്ക് തിരിച്ചു വരിക. നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. മലനിരകളും അതുപോലെ തന്നെ നമ്മൾ ഏതാണ്ട് മൂന്നാറിലേക്കൊക്കെ പോയി കാണാവുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ. വളരെ ഭംഗിയേറിയ കാഴ്ചകളാണ്. കൃഷിസ്ഥലങ്ങളും അതുപോലെ തന്നെയുള്ള ഈ മലനിരകളും ഒരു സൈഡിലുള്ള ഫോറസ്റ്റും എല്ലാം കാണാനായിട്ട് വളരെ ഭംഗിയുള്ള സ്ഥലമാണിത്. ഞങ്ങൾ തിരിച്ചു പോകുന്നത് കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് അല്പം ഡൈവേർട്ട് ചെയ്ത് ആദിയോഗിയുടെ ഇഷ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ശിവലിംഗമെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈകുന്നേരങ്ങളിലാണ് അവിടെ അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം കാണാനായിട്ട് വളരെ മനോഹരമായ കാഴ്ചകളുള്ളത്. എങ്കിലും പോകുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറി പകലിലത്തെ കാഴ്ചകൾ കൂടി ആ ശിവലിംഗമെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും. നമ്മളുടെ അഗളി പരമ്പരയുടെ അവസാനത്തെ വീഡിയോ ആണിത്. സൈലന്റ് വാലി വീഡിയോ, അതുപോലെ തന്നെ ഭവാനിപ്പുഴ തുടങ്ങുന്ന അവിടെ ടൂറിസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൻ്റെ തൊട്ടു പുറകിലുള്ള കാഴ്ചകൾ, അവിടുത്തെ ഔഷധോദ്യാനം തുടങ്ങിയ വീഡിയോകളെല്ലാം ഞാൻ ഇതിനു മുമ്പ് തൊട്ടടുത്ത് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കെല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗളിയുടെ മനോഹാരിത പകർത്തുന്നതിന് വേണ്ടി അവിടെ പല വ്യൂ പോയിന്റ്സിലും പോയിട്ടുണ്ട്. നരസിംഹമുക്ക്, അതുപോലെ തന്നെ മറ്റു പല വ്യൂ പോയിന്റ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം ഇതിനു മുമ്പായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് കൂടി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അഗളി ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. വളരെ ഭംഗിയുള്ള കാഴ്ചകളും അതുപോലെ തന്നെ വളരെ നല്ല റോഡുമാണിത്. സൈലന്റ് വാലിയിലും അഗളിയിലെല്ലാം പോകുന്നവർ തീർച്ചയായും ഈ വഴി കൂടി കടന്നു വേണം. ഒരായിട്ട് നമുക്ക് അവിടെ നിന്ന് ഊട്ടിയിലേക്ക് പോകാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ ഊട്ടിയിലേക്ക് പോകാൻ മുള്ളി വഴി ഒരു റോഡുണ്ട്. വളരെ നല്ല റോഡാണ്. പക്ഷെ അത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് അവർ അടച്ചിട്ടിരിക്കുന്നതാണ്. അങ്ങോട്ട് എൻട്രി ഇല്ല. നമുക്ക് ഇതുവഴി മാത്രമാണ് അഗളിയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയുള്ളൂ, കോയമ്പത്തൂർ സൈഡിലേക്ക്. അതുകൊണ്ട് ഈ റോഡ് കൂടി അറിഞ്ഞിരിക്കണം. സ്വന്തം വാഹനമായിട്ട് പോകുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്, വഴിയെല്ലാം കാണിക്കുന്നത്. അല്പദൂരം കൂടി വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നൊരു ദൃശ്യമാണിത്. ഈ യാത്രയുടെ വളരെയധികം വ്യൂസ് ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. നമ്മൾ അഗളിയിൽ നിന്ന് നോക്കി കാണുന്ന പോലെ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെയും. ഇത് കഴിഞ്ഞാൽ നേരെ ഞാൻ കാണിക്കുന്നത് ആദിയോഗിയുടെ സ്ഥലമാണ്. അവിടെ ഞാൻ വഴിയൊന്നും ഇവിടെ കാണിക്കുന്നില്ല. നമ്മളങ്ങനെ ആദിയോഗി സ്റ്റാച്യുവിൻ്റെ അകത്തേക്ക് കടന്നു. അവിടെ നേരെ കാണുന്നതാണ് ആ ശിവലിംഗത്തിന്റെ സ്റ്റാച്യു കാണുന്നത്. വളരെ വിശാലമായ പാർക്കിംഗ് എല്ലാം ഉള്ളൊരു സ്ഥലമാണിത്. ഞങ്ങൾ അവിടെ ഏതാണ്ട് ഉച്ച സമയത്താണ് ചെന്നത്. എന്നിട്ട് പോലും അവിടെ വലിയ തിരക്കായിരുന്നു. നമുക്കിവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. ഇവിടെ രാത്രിയുള്ള ലൈറ്റെല്ലാം ഉള്ളൊരു വീഡിയോ ഞാൻ താമസിയാതെ തന്നെ ഈ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ഈ വീഡിയോനകത്ത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാനിവിടെ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ കാഴ്ചകൾ കൂടി കാണുക.
ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടി സ്റ്റേജുകളും ഗാലറിയും എല്ലാം കിട്ടുന്നതിന്റെ കാഴ്ചകൾ കൂടിയാണ് ഇവിടെ കാണുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അകളിയുടെ മറ്റു വീഡിയോകൾ കാണാത്തവരെ താഴെ കാണിച്ച ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കുകൾ ചെയ്തിട്ട് ആ വീഡിയോകൾ കൂടി കാണുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ആ വീഡിയോകൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.